ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. നമ്മളിത് ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കാൻ പോകുന്നത് കുക്കിംഗ് റേഞ്ച് ഓവനിലാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗ്രിൽഡ് ചിക്കന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1.5 കിലോ ലെഗ് പീസ് ആണ്. ഇത് നന്നായിട്ട് കഴുകി വരഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, നമ്മളിവിടെ എടുത്തിരിക്കുന്ന കാശ്മീരി മുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ജീരകപ്പൊടി 1 ടീസ്പൂണ്, ബ്ലാക്ക് പെപ്പർ 3/4 ടീസ്പൂണ്, ഗരം മസാല 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, കസ്തൂരിമേത്തി 1 ടീസ്പൂണ്, യോഗർട്ട് 2 ടേബിൾ സ്പൂണ്, ഒലീവ് ഓയിൽ 3 ടേബിൾ സ്പൂണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ഇനി ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ചിക്കനിലേക്ക് മസാല പുരട്ടി കൊടുക്കാം. ഇതുപോലെ നമുക്ക് മസാല എല്ലാ പീസിലേക്കും പുരട്ടി കൊടുക്കാം. നമ്മൾ ഈ വരഞ്ഞു വെച്ചതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാ പീസിലും മസാല പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. നമ്മളിത് ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. നമ്മളിപ്പം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാം. ഗ്രില്ല് ചെയ്യുന്നത് കുക്കിംഗ് റേഞ്ച് ഓവനിലാണ്. കുക്കിംഗ് റേഞ്ച് ഓവനിൽ ഗ്രിൽ മോഡ് ഇട്ട് നമ്മൾ 250 ഡിഗ്രിയിൽ നമ്മളിത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. നമുക്ക് ഗ്രില്ലിൽ ഓയിൽ തൂത്ത് കൊടുക്കാം. ഓയിൽ തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമുക്ക് ഗ്രില്ലിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. നമുക്കിനി ചിക്കൻ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഇതൊരു 20 മിനിറ്റ്സ് വൺ സൈഡ് വെക്കാം. ഇപ്പൊ ഇത് നമ്മൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പുറത്തേക്ക് എടുക്കാം. നമുക്കിനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ഓയിൽ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു 20 മിനിറ്റ്സോടെ കൂടി ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ ഇതൊരു 20 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം.
അപ്പം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.